ഇന്ന് നമ്മളിവിടെ വിശ്വവിഖ്യാതമായിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യത്തെ വ്ലോഗൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അമ്മയുടെ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടയിലല്ല, ഞാൻ ഇത്രയും കാലത്ത് കഴിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഉണ്ണിയപ്പം എന്ന് പറയുന്നത് അമ്മ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് 2 വർഷമായി അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട്. ഫൈനലി ഇന്ന് റെഡി ആയിട്ടുണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി. അതിന് 2 കാരണമാണ്. ഒന്ന്, നമ്മൾ കാല് പിടിച്ച് പറഞ്ഞു. 2, നന്ദു അവിടെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ 2ഉം കൂടെ ആയപ്പോഴേക്കും ഒറ്റ ട്രിപ്പിൽ കാര്യം നടക്കുമല്ലോ എന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ നല്ല വിശന്നിട്ടിരിക്കുക, കാരണം ഉണ്ണിയപ്പം കഴിക്കാൻ വേണ്ടി വേറെ ഒരു ഭക്ഷണം കഴിക്കാതെ വെയിറ്റ് ചെയ്യാണ്. അപ്പം പണ്ടത്തത് കാണാത്ത ആൾക്കാർക്ക് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുണ്ട്. ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അമ്മയുടെ റെസിപ്പി പറഞ്ഞു തരാം. റെഡിയല്ലേ അമ്മ പറഞ്ഞു കൊടുക്കാൻ? അപ്പം നമ്മൾ ചെയ്ത് അങ്ങനെ പറഞ്ഞു പോകാമെന്ന് വെച്ചു. കാരണം എനിക്കും പഠിക്കണം, ഇടയ്ക്കിടയ്ക്ക് ആഗ്രഹം തോന്നുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ശർക്കരപ്പാവാണ് കാച്ചേണ്ടത്. ശർക്കരപ്പാവ് കാച്ചി അതൊന്ന് ചൂടാറിയതിന് ശേഷം അരിച്ച് പാത്രത്തിലാക്കിയതാണിത്. ഇത് എത്ര ഒഴിക്കണം? പകുതി, ഒരു മുക്കാൽ. അമ്മ ഒഴിച്ചോളൂ. അമ്മയ്ക്ക് പല ടൈപ്പ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വേർഷൻ. ഇനി ഇവിടെ പോയി ഇനി നമ്മൾ പാളയം കോടൻ പഴവും കുറച്ച് ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കും. ഒരു 5-6 എണ്ണം ഇടാം അല്ലേ? ഇതിൽ ശരിക്കും പാളയം കോടൻ വേറെ പഴം യൂസ് ചെയ്യും ആണല്ലേ? ഞാനും അതിനെ കേട്ടിട്ടുണ്ട്. എന്നാലും ഒരു ചേഞ്ചിന് ഒഴിക്കട്ടെ. എത്ര വേണമെന്ന് പറയണേ, എനിക്കറിയില്ല. മതിയോ? നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ ജ്യൂസ് പരുവത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാൻ പോവാണേ. കുഴമ്പ് പരുവം. അത് വേണ്ട അല്ലേ? കുഴമ്പ് പരുവത്തിൽ. മതിയോ? പാകായി പോരെ? കുഴമ്പ് പരുവം. ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും സമാസം എടുത്തിട്ട് കുഴയ്ക്കാൻ പോവാണല്ലേ? കറക്റ്റ് ആണോ? എത്ര വേണം? അമ്മയ്ക്ക് കണക്കില്ല അങ്ങനെ. അപ്പോൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇടുകയാണ്. അതേ അളവിൽ നമ്മൾ 1 ഗ്ലാസ് അരിപ്പൊടി എടുക്കാം. എടുത്തേ? കുഴച്ച് നോക്കട്ടെ. ഓക്കെ. 6 പാളയം കുടം പഴം എടുത്തു. 1/2 കിലോ ശർക്കര എടുത്തല്ലേ നമ്മള്? വേണോ? 2 ഒരേപോലെ. എത്ര വേണം? 1/2 വേണോ? 1 വേണോ? 1 എടുത്തു. നോക്കട്ടെ. അപ്പൊ കൂടുതൽ ഗോതമ്പ് പൊടിയാണല്ലേ വേണ്ടത്? അല്ല, സമാസമം എടുക്കും. ഞാൻ ഇപ്പൊ ഗോതമ്പ് പൊടി കൂടുതൽ എടുത്തു എന്നുള്ളൂ. ഇനി പോരെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടിയും കൂടെ എടുക്കാം. ഇതെന്താ കാരണം എന്ന് പറയാം. ഇത് 2ഉം കൂടെ എടുത്ത് ചെയ്യുമ്പോ നല്ല സോഫ്റ്റ് ആയിരിക്കും. അരിപ്പൊടി മാത്രം കൊണ്ടും ഉണ്ടാക്കും. പക്ഷെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോ കുറച്ച് ഹാർഡായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഇതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ഇനി ഇതൊക്കെ നമ്മൾ ഇത്രയൊക്കെ അല്ലേ ചെയ്യുന്നുള്ളൂ. പിന്നെ മറ്റേ ഏലക്കാപ്പൊടി വേണം. അത് കുറച്ച്, കണക്കൊന്നും വേണ്ട. ഇത് ഞങ്ങളൊന്ന് റെഡി ആയിട്ട് വന്നു അതിൻ്റെ ഇടയിൽ. ഓം ബേബി ഹായ് പറയും. ഓം ബേബിക്ക് ഒറ്റയ്ക്ക് കിടന്നിട്ട് ഭയങ്കര വിഷമായിരുന്നു. അമ്മബേബിക്ക് എല്ലാവരും എപ്പോഴും കാണണം. അത് വായിലുണ്ട. എടുത്തേ? മതിയോ? നീയോ? കൂടണ്ടല്ലോ എന്ന് വിചാരിച്ചു. മതിയോ? കഴിഞ്ഞോ മാവിന്റെ മൊത്തം പരിപാടി? കഴിഞ്ഞു. അപ്പൊ നമുക്കിനി ഇത് എപ്പോ ഉണ്ടാക്കാം? ഒരു 3 മണിക്കൂർ ഇരിക്കട്ടെ. 3 മണിക്കൂർ ഗ്യാപ്പ് വേണോ? ഞാൻ ശരിക്കും മണിക്കൂർ ഒന്നും നോക്കാറില്ല. ഓക്കെ. നമുക്കൊരു 3 മണി വരെ സമയമുണ്ട്. 3 മണി വരെ അല്ല, 3 മണിക്കൂർ സമയമുണ്ട്. ആ 3 മണിക്കൂർ അമ്മ പോയിട്ട് റെസ്റ്റ് എടുത്തോളൂ. എന്നിട്ട് നമുക്ക് നേരെ വന്നിട്ട് ചെയ്യാം. അതാ നല്ലത്. ഓക്കെ, നമുക്കൊന്ന് ഇറങ്ങി വരാം. ബേബി അമ്മന്റെ ബെഡ്ഷീറ്റ് ഇരിക്കായിരുന്നേ, തളർന്നോ? ആണോ? എങ്ങനെയുണ്ട് ബെഡ്? അമ്മയുടെ മോൻ വാങ്ങിച്ച അമ്മ? സൂപ്പർ, അടിപൊളിയല്ലേ? അടിപൊളി. കംഫർട്ട് ഉണ്ടോ? ഉറക്കൊക്കെ എങ്ങനെയുണ്ട്? അതാണ് ആദ്യം ചോദിക്കണ്ടേ. ഉറക്കം ഇല്ലാത്ത എനിക്കിപ്പോ നല്ല ഉറക്കം. അതാണ് യൂറോപ്പിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു മാട്രസ്. നല്ല സോഫ്റ്റ് അല്ലേ? മാഷത് കൂളിംഗ് ഉണ്ട്. നമ്മള് എത്ര കിടന്നാലും ഇല്ലേ നമ്മുടെ ശരീരത്തിന് ചൂടാവില്ല, നല്ല കൂളിംഗ് എഫക്ട് കിട്ടുമെന്ന്. പിന്നെ എന്തോ ഒരു ടെക്നോളജി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഷോടൊന്ന് ചോദിച്ചു നോക്കാം. മാഷേ, ആത്മജയ്ക്ക് ഇഷ്ടല്ലേ അമ്മ? എത്ര ഇഷ്ട? 1000? ദൈവമേ, 1000 ഒക്കെ ഇഷ്ടം.
മാഷ് എന്തോ ടെക്നോളജി ഉണ്ടായിരുന്നല്ലേ അമ്മ മാട്രസിന്റെ? അത് മോഷൻ ഐസൊലേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എവിടെ കിടന്നാലും ഡിസ്റ്റർബൻസ് വരത്തില്ല. ആരെയൊക്കെ വന്ന് ഇടയിൽ വന്ന് കയറിയാലും എണീറ്റ് പോയാലൊന്നും നമ്മൾ ഡിസ്റ്റർബൻസ് ഓ അതാണല്ലേ ഇതിന്റെ പേര്. പിന്നെ ഇതിനെന്താണ് കൂളിംഗ് എഫക്ട്. എനിക്ക് വേർക്കുന്ന സ്വഭാവമുണ്ട്, അതൊന്നും വരത്തില്ല. എപ്പോഴും കൂളായിരിക്കും, ചൂടില്ല. ഇല്ല. മക്കൾക്കും അതുമാതിരി എല്ലാ ഏജ് ഗ്രൂപ്പിനും ബെസ്റ്റ് ആണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ട് സ്പൈന് മറ്റേ നടുവിനും മറ്റേ കഴുത്തിനൊക്കെ പ്രശ്നമുള്ളവർക്കും നല്ല അതായത് കംഫർട്ടും സപ്പോർട്ടും ഒരുപോലെ സെറ്റാണ്. ഇവിടെ ഇരുന്നൂടെ ഇരുന്ന മര്യാദക്കുന്നത് നല്ല കംഫർട്ടബിൾ ചാടി കളിക്കുന്നോണ്ട് ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മമാർക്ക് എമ്മ ഒരു സമ്മാനമായിട്ട് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാം. കാരണം പ്രീമിയം ബിൽ ക്വാളിറ്റിയാണ്, നല്ല കംഫർട്ടാണ്, സപ്പോർട്ടാണ്, 15 years വാറന്റി ഉണ്ട്. ഇപ്പം നല്ല ഡിസ്കൗണ്ട് ഉണ്ട്, ഓൾമോസ്റ്റ് 55% ഡിസ്കൗണ്ട് ഉണ്ട്. പ്ലസ് നമ്മുടെ VIJ60 ഉപയോഗിച്ചാൽ അഗെയിൻ ഒരു 15% ഡിസ്കൗണ്ട് കിട്ടും. സോ കംസ് അറൌണ്ട് 70% ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ഇത്രയും നല്ല ക്വാളിറ്റി മാട്രസ് എപ്പോഴും ആരും മറക്കത്തില്ല, നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ്. കാരണം ഉറക്കം എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമുക്ക് ആർക്കും ഇല്ലാത്തത് ഉറക്കമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ആർക്കും റെക്കമെൻഡ് ചെയ്യാം. കാരണം നമ്മുടെ വീട്ടിലെ എല്ലാ മാട്രസും ഇപ്പോൾ എമ്മയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. സോ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് വെക്കാം, ട്രൈ ചെയ്ത് നോക്കാം. സോ താങ്ക് യു എമ്മ, നമുക്ക് ഇത്രയും കംഫർട്ടുള്ള എന്താ പറയുക മാട്രസ് തന്നതിന്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അമ്മ ഓക്കെ അല്ലേ? പിന്നെ ഹാപ്പി അല്ലേ? ഉറക്കമൊക്കെ കിട്ടുന്നില്ലേ? നല്ല ഉറക്കം, കംഫർട്ടബിൾ അല്ലേ? അതെ അതെ. ആ, കള്ളിയങ്കാട്ട് നീലിയെ പോലെ കറങ്ങുന്ന ആളാണ് എന്റെ അമ്മ. നല്ല സോഫ്റ്റ്, നല്ല സുഖം. അത് മതി. അപ്പൊ ഓക്കെ, താങ്ക് യു. 3 മണിക്കൂർ ഉറങ്ങി ഞങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഫ്രഷ് ആയിട്ട് എണീറ്റ് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഉണ്ണിയപ്പം വെളിച്ചെണ്ണയിലും നെയ്യിലും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. രണ്ടും നെയ്യിൽ മാത്രം ഉണ്ടാക്കുമോ നമ്മൾ ഉണ്ണിയപ്പം? അപ്പം കട്ടി കൂടുതലായിരിക്കും അല്ലേ? അതെ അതെ അതെ. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്യുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് പൈസ നമുക്ക് ചിലവാക്കാൻ പറ്റിയത്. ശരിയാലേ? അയ്യോ, ഇത്രയും ഉണ്ണിയപ്പൊക്കെ നെയ്യിലുണ്ടാക്കി വരുമ്പോഴത്തേക്ക് തീർന്നു ബഡ്ജറ്റ്, മാസത്തിലെ ബഡ്ജറ്റ് തീർന്നു. നല്ല ഉണ്ണിയപ്പത്തിന്റെ മണം അടിക്കുന്നുണ്ടല്ലേ? ഓ ബേബി, കണ്ട ഉണ്ണിയപ്പ. എനിക്ക് ഗുരുവായൂരൊക്കെ പോയി മണം ഓർമ്മ വരും. ഞാൻ ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോഴും അമ്മ ഉണ്ടാക്കുമ്പം കൂടെ നിന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞ മാതിരി ഇത്രയും എളുപ്പമാണോ ഉണ്ണിയപ്പം എന്ന് എനിക്ക് ഇപ്പം കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇതുവരെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ബെസ്റ്റ് ആയിരിക്കും. കഴിച്ചിട്ട് പറയാം. എന്തായാലും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യം. അമ്മ അമ്മ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അമ്മ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുള്ളൂ, പക്ഷെ ഉണ്ടാക്കുന്നത് സൂപ്പറായിരിക്കും. ഒരു യുണീക്ക് ടേസ്റ്റാണ് എല്ലാത്തിനും. ഇന്ന് നമുക്ക് അവല് കുഴയ്ക്കാൻ സമയമില്ല അല്ലേ? ചെയ്യരുത്. എങ്ങനെയാ മൂപ്പ് കൂടരുതെന്ന് എങ്ങനെ അറിയാം? ആ, അത് കൂടിപ്പോയോ മൂപ്പ്? അതാണ് പാകം. ആ, അമ്മ അത് ആക്കണ കാണാൻ ഭയങ്കര രസാ. അതായത് ഇതിൽ എണ്ണ കളയണത് കേട്ടോ, ഇങ്ങനെയാണ്. അമ്മക്ക് ആക്ച്വലി ഒരു ട്യൂട്ടോറിയൽ ക്ലാസ് തുടങ്ങാം കേട്ടോ, അല്ലേ? ഒരു ട്യൂട്ടോറിയൽ ക്ലാസ് തുടങ്ങാം. എനിക്ക് കുറേ പൊടിക്കൈകളുണ്ട് അമ്മേന്റെ. ആ, ബേബി ദേവമണി അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത പേരാണ് ദേവമണി. അമ്മേനെ ദേവി എന്ന് വിളിക്കണതാണ് അമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ ഒന്നെങ്കിൽ ദേവീസ് യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ ദേവീസ് ടിപ്സ്, കിച്ചൺ ടിപ്സ്. കൊള്ളാം. ആ, കണ്ടു. പിന്നെ അമ്മയ്ക്ക് സൗന്ദര്യമൊക്കെ വളരെ നിർബന്ധമാണ്. അതായത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല സൗന്ദര്യം വേണം, അല്ലെങ്കിൽ അമ്മ കഴിക്കില്ല, കൊടുക്കില്ല. സൗന്ദര്യം ഇല്ലാത്ത ഭക്ഷണം ഇപ്പം എന്ത് ടേസ്റ്റാണ് അമ്മക്ക് ഇഷ്ടമല്ലേ? ആ, അമ്മേന്റെ സെക്കൻഡ് ടിപ്പും പറഞ്ഞു കൊടുക്കും. അതായത് നമ്മൾ കരിയണ സ്റ്റേജ് വരെ വെക്കരുത്. പിന്നെ അപ്പൊ ഉള്ളി ചിലപ്പോ വെന്തില്ല എന്നൊരു തോന്നല് വരും. പക്ഷെ ഇതിൽ നമ്മൾ എടുത്തു വെക്കുമ്പോൾ ഇരുന്ന് വേവും. ചൂടാറുമ്പോഴത്തേക്കും അത് ഇരുന്ന് വേവും. ഇനിയിപ്പോ നമ്മള് ഉള്ളിൽ വെന്തില്ല എന്ന് വിചാരിച്ചിട്ട് അത് എടുക്കാതിരിക്കരുത് എന്ന്. ഇരുന്ന് വേവുകയാണ് ചെയ്യാന്ന്. പക്ഷെ അമ്മയുടെ ഉണ്ണിയപ്പത്തിന് ഡബിൾ അല്ല ട്രിപ്പിൾ റേറ്റ് ഇടണം, എന്നാലേ ശരിയാവുള്ളൂ. ഞാൻ ഓൾറെഡി ഇല്ലേ 3 എണ്ണം കഴിച്ചു കഴിഞ്ഞു. അല്ല, ദേവീസ് ഉണ്ണിയപ്പം.
ദേവീസ് ഹെയർ ഓയിൽ ഉണ്ട്. ഞാൻ താങ്കൾക്ക് മുടി കാണിക്കാൻ വേണ്ടി കാണിച്ചില്ലല്ലോ. ഓ അയ്യോ, ഇതാണ് ആക്ച്വലി എനിക്ക് കഴിക്കാനുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ഇതായത് കളറായത്. സൂപ്പർ. ഞാൻ വർത്താനം പറഞ്ഞില്ലേ? ആണല്ലേ? 3 എണ്ണം ഉള്ളിലേക്ക് പോയി. ഇതാണ് ഈ അമ്മയുടെ ഉണ്ണിയപ്പത്തിന്റെ ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകത. ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും നമ്മള്. അതാണ് എനിക്ക് ആകെ വിഷമം. ഞാൻ എന്നോട് പറയായിരുന്നു കഷ്ടപ്പെട്ട് 2 കിലോ കുറച്ചെടുത്തതാണ്. അത് ഈ ഒരു ഒറ്റ ഉണ്ണിയപ്പം കാരണം ഞാൻ കയറ്റിക്കൊള്ളുന്നു. ഉപവാസോ? അമ്മക്ക് ഇത്രയും കാലമായിട്ട് അറിയില്ല അമ്മേ. എനിക്ക് വേറെ ഒന്നും ഒരു വിഷയമല്ല. ഭക്ഷണം അത് കിട്ടണമെങ്കിൽ ഞാൻ തകർന്നു പോയി. സൂപ്പർ ഉണ്ണിയപ്പാണ്. ഞാൻ വെറുതെ പറയല്ല, അടിപൊളി. എന്ത് സോഫ്റ്റാന്ന് അറിയോ? ഉണ്ടോ? ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. കഴിച്ചോണ്ടേയിരിക്കുന്നുള്ളു. നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. പാകത്തിനുള്ള മധുരം. എണ്ണയൊന്നും പിടിച്ചിട്ടേ ഇല്ല കേട്ടോ. ഉണ്ണിയപ്പത്തിൽ എണ്ണയൊന്നും പിടിച്ചിട്ടില്ല. എനിക്കിങ്ങനെ ഓവറായിട്ട് പറയാനറിയില്ല, പക്ഷെ സംഭവം കിടുവാണ്. 100-ൽ 200 മാർക്ക് കൊടുക്കാം നമുക്ക്. കൊടുക്കാന്ന് ആകെ ഒന്നേ കഴിക്കുള്ളൂ. ഏതായിരിക്കും? ആ എങ്ങനെയുണ്ട്? ഇത്തിരി കഴിക്കാൻ പോയി 5 എണ്ണം കഴിച്ചു കഴിഞ്ഞു. നല്ല ഉണ്ണിയപ്പല്ലേ? അത് തന്നെ ആണോ താങ്കൾക്ക്? അത് താങ്കളുടെ മാഷിന്റെ കുഴപ്പം എന്താ അറിയോ? മാഷ് അമ്മ ഉണ്ടാക്കുന്ന 20 വർഷം മുന്നേ ഉള്ള ഉണ്ണിയപ്പമായിട്ടാണ് മാഷ് കമ്പയർ ചെയ്യുന്നത്. അത് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ മാഷ് ശരിയായില്ല. അതെന്താ, 20 വർഷം മുന്നേ അമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പത്തിന് ഈ ടേസ്റ്റ് ആയിരുന്നില്ല, അത് ഇതിനേക്കാളും ബെസ്റ്റ് ആണെന്ന് പറയും. അത് കുറച്ച് ക്രിസ്പി, പക്ഷെ സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്. സൂപ്പർ അല്ലേ? ഞാൻ പറഞ്ഞു എന്റെ 6ാമത്തെ ഉണ്ണിയപ്പത്തിലോട്ട് ഞാൻ കിടന്നു. അതാ ഞാൻ പറഞ്ഞു 2 കിലോ കേട്ടും തിരിച്ച്. ഓ ബൈ, സീ യു.